ഞങ്ങൾ ആരുടെ വാക്ക് കേൾക്കണം? ശ്രേയ മേഡം കേസ് എടുക്കണ്ടെന്ന് വിളിച്ചു പറയിപ്പിച്ചത് എന്തിനാണ് സർ? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പറയിപ്പിച്ചത് അവരല്ലേ, അവരോട് പോയി ചോദിക്കണം. ചെല്ല്. അരവിന്ദന് ഇപ്പൊ ഓക്കെയാണ്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഈ ട്രിപ്പ് തീരുന്നാൾ വരെ വെയിറ്റ് ചെയ്താൽ മതി. അമ്മേ ദേവി കൊടുങ്ങല്ലൂർ അമ്മേ, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ മോനെ കൈവിട്ടില്ലല്ലോ. അരവിന്ദേ, മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് കഴിക്കണേ. അത് അമ്മ നോക്കിക്കോണം. ഓ, ഞാൻ നോക്കിക്കോളാം ഡോക്ടറെ. 2 ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കണം. കല്യാണമെന്ന് പറഞ്ഞ് ഓടി നടക്കരുതേ. കാലിന്റെ സ്പ്രെയിൻ ഒന്ന് മാറിക്കോട്ടെ. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. അപ്പൊ ഓക്കെ. ബാല, അപ്പൊ നമുക്ക് ഇറങ്ങാലോ? ഇറങ്ങാം. ബില്ലെന്ന് വന്നോട്ടെ. അതെ, ബില്ല് ആരും അടയ്ക്കണ്ട. എനിക്കറിയാം എന്റെ മോന്റെ ബില്ലടയ്ക്കാൻ. നിങ്ങളുടെ കാറിൽ എന്റെ മോനെ കൊണ്ടുപോണ്ട. നീ പിന്നെ അവനെ നടത്തിക്കൊണ്ടുപോകും. അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അവനെ നടത്തിക്കൊണ്ടുപോകും. ചിലപ്പോ അവനെ തല ചുമന്നുകൊണ്ട് പോകും. എന്റെ കുഴപ്പമല്ലോ ഉണ്ടോ? അമ്മായി, നമ്മുടെ കാറുള്ളപ്പോ എന്തിനാ വാശി? നീ നിന്റെ കാര്യം നോക്ക്. എന്റെ മോന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ചാരുമോളെ, ഒന്നും പറയണ്ട. ഇവരുടെ ഇഷ്ടം എന്താന്ന് വെച്ച് നടക്കട്ടെ. അക്കുചേട്ടാ, അരവിന്ദേട്ടനെ ഡിസ്ചാർജ് ചെയ്യുവാന്നാ ഡോക്ടർ പറഞ്ഞത്. ആണോ? എന്നാ ഞാൻ കാർ എടുക്കാം. നമ്മുടെ കാറ് വേണ്ടെന്നാ അമ്മായി പറയുന്നത്. അതെന്താ? ഓഫീസിൽ പോയവൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്റെ മോന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അമ്മേ, ഞാൻ ഓഫീസിലും പോയി അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നേ. ഓ, അരവിന്ദേട്ടനെ ഇടിച്ചവനെ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ശ്രേയ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു കേസൊന്നും വേണ്ടാന്ന്. ഇതൊക്കെ പറയാൻ അവളാരാ? അവക്കെന്താ അവകാശം? അരവിന്ദന്റെ ഭാര്യയാവാൻ പോകുന്നതിന്റെ അവകാശം. ആകാശ്, ഞാനില്ലാത്തപ്പോ ഇവിടെ വന്ന് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണോ നിന്റെ ജോലി? എവിടെ വെച്ച് ഞാൻ ആരോട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ നീ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എല്ലാവരോടും എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ വളരെ മോശമല്ലേ ആകാശേ? അല്ല, മോശമല്ല. SIയോട് കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതിലും മോശം കാര്യമൊന്നും അല്ലല്ലോ. എന്തിനാ നീ കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? കേസ് എടുത്തോന്ന് വെച്ച് എന്താ ഉണ്ടാവാൻ പോകുന്നത്? അരവിന്ദന്റെ വേദന ഇല്ലാതാവൂ? അരവിന്ദിന്റെ വേദന ഇല്ലാതാക്കാനല്ല, ഇവനെ ഇടിച്ചു വീഴ്ത്തിയവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു? അതോ ജീവപര്യന്തോ? പറ. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്താണോ അതാരായാലും അനുഭവിക്കണം. മിസ്സസ് ആകാശ്, ഇത് വെറും ഹിറ്റ് ആൻഡ് റൺ കേസാ. അവനെ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയ അവൻ പറയും അറിയാതെ പറ്റിയതാണെന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടി അന്വേഷണം നടത്തി ആളെ കണ്ടെത്തി കോടതിയിൽ എത്തിക്കാൻ എത്ര നാള് വേണമെന്നറിയോ? കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും. അതുവരെ ഈ കേസിന്റെ പിന്നാലെ നടക്കാനാണോ പ്ലാൻ? അതിനുള്ള സമയമൊന്നുമില്ല. കല്യാണം ഇങ്ങെത്തി. അതിനുള്ള കാര്യങ്ങൾ നോക്കുവോ അതോ കേസിന്റെ പിന്നാലെ പോണോ? പറ ചാരു. ആകാശ്, ഇതെന്റെ പേഴ്സണൽ ലൈഫിന്റെ കാര്യമാണ്. ആക്സിഡന്റ് ആയി കിടക്കുന്നത് എന്റെ വുഡ് ബിയും. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മിസ്റ്റർ ആകാശ്, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ? നിങ്ങൾ ഉണ്ടാവേണ്ടത് ഓഫീസിലല്ലേ? ഇവിടെ എന്താ കാര്യം?
ഗവൺമെന്റ് നിങ്ങൾക്ക് ശമ്പളം തരുന്നതേ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാതെ കുടുംബകാര്യങ്ങൾക്കല്ല. മനസ്സിലായോ? ആകാശിനെതിരെ ഇപ്പൊ എനിക്ക് നടപടി എടുക്കാൻ പറ്റും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല.